സഹപാഠികളാണ് നമുക്കൊപ്പം ഉള്ളത്. അർജുന്റെ സഹപാഠികളാണ്. ടീച്ചർ നിരന്തരം ഇങ്ങനെയാണോ? അവസാനമായിട്ട് അവൻ പണ്ട് മുതൽ ഇങ്ങനെയാണ്, ഭയങ്കര ക്രൂരമായിട്ടാണ് എല്ലാ സ്റ്റുഡൻസിന്റെ അടുത്തും പെരുമാറുന്നത്. അവൻ പറഞ്ഞ അവസാനമായിട്ട് എന്റെ മരണത്തിലെങ്കിലും ടീച്ചർ ഇന്ന് ഒഴിവായി പോവല്ലോ പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങൾ എൻ്റെ അറിവിൽ ആ കുട്ടി മരിക്കാൻ മാത്രമുള്ള ഒരു കാര്യങ്ങളും സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതായത് ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീട്ടുകാർ തന്നെയാണ് അത് സ്വയം കണ്ടെത്തിയിട്ട് ഇങ്ങോട്ട് വന്നത്. അതേപോലെ വീട്ടുകാർ ഈ സ്കൂളിൽ നിന്ന് TC വാങ്ങിയിട്ട് കുട്ടിയെ കൊണ്ടുപോകണു എന്ന് പറയുന്നതിൻ്റെ ഒരു സങ്കടം ആ കുട്ടിക്കുണ്ട്. അതേപോലെ തന്നെ ആ കുട്ടി ഞങ്ങൾ ആ വീട്ടിൽ അന്ന് ചൊവ്വാഴ്ച ക്ലാസ് ടീച്ചർ എന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഇങ്ങനെ കളിച്ചത്, അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ അത് കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂൾ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത്. അവിടെ ഒരു മെനഞ്ഞാന്ന് സൂയിസൈഡ് ചെയ്തു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ. അവിടുത്തെ ടീച്ചറിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ടീച്ചർമാരാണോ ഇതിന്റെ ഉത്തരവാദിത്വങ്ങൾ? നിങ്ങൾ തന്നെ ഒന്ന് പറ. അത് ഞാൻ പ്രേക്ഷകരോടൊന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. അതിനൊരു ആൻസർ കാണുന്നവർ കുട്ടികളാണോ അതോ ടീച്ചർമാരാണോ? ആരവിടെ പ്രശ്നം? ഞാൻ ഓരോ വീഡിയോസ് രാവിലെ മുതലിരുന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ടീച്ചർ പ്രിൻസിപ്പളാണെന്ന് കോൺഫിഡൻസോടെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവരുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴാണെങ്കിൽ പോലും, ഇപ്പം നമ്മുടെ ചെറുപ്പത്തിലാണെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്താണെങ്കിലും അതിങ്ങനെ സോൾവ് ചെയ്തെല്ലാം പ്രിൻസിപ്പൽ റൂമിൽ വെച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാലും ടീച്ചേഴ്സൊക്കെ വന്നിട്ട് ക്ലാസ്സിൽ ഇരുന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പേടിപ്പിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. ഇവിടെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ സൈബർ കേസ് എടുക്കും, ഇത്ര രൂപ ഫൈൻ അടയ്ക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചെക്കനാണെങ്കിൽ നേരത്തെ ആണെങ്കിലും വീട്ടിൽ ഇതുപോലെ തന്നെ കഥ പടച്ചിട്ടിരിക്കുന്ന സ്വഭാവവും, ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റേത് ചെയ്യും, മറിച്ച് ചെയ്യും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ പയ്യൻ്റെ. വീട്ടുകാരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം പറഞ്ഞ് ഞാൻ അങ്ങനെ ചെയ്യാൻ പോകാന്ന് പറഞ്ഞപ്പോൾ അവരും തമാശയായിട്ടുള്ള രീതിയിലായിരിക്കും അങ്ങനെ ചെയ്തത്. അതും ഇങ്ങനെ ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് നോക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഒന്നെങ്കിൽ അവനൊരു പാവം അവന് ചിലപ്പോൾ ഈ കേസ് പിഴ അതും ഇതൊക്കെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ചിലപ്പം ചില പിള്ളേർ ആലോചിക്കാം. അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തത്. ഇപ്പോൾ ഇത് മൊത്തം സ്കൂളുകാർക്കെതിരെ ആയിട്ടുണ്ട്. സ്കൂളുകാർക്കെതിരെ ഇപ്പം പിള്ളേരെല്ലാവരും നല്ല രീതിയിൽ പ്രതിഷേധം ചെയ്യുന്നുണ്ട് ആ 2 ടീച്ചേഴ്സിനെതിരെ. അപ്പോഴും അങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോഴും അവരവിടെ അത്ര നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സ് അല്ല, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീംസ് ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ആ വാർത്തകൾ കേൾക്കാം. അതുപോലെ തന്നെ കുട്ടികൾ പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാം. സഹപാഠികളാണ് നമുക്കൊപ്പം ഉള്ളത്. അർജുന്റെ സഹപാഠികളാണ്. ടീച്ചർ നിരന്തരം ഇങ്ങനെയാണോ? അവസാനമായിട്ട് അവൻ പണ്ട് മുതൽ ഇങ്ങനെയാണ്, ഭയങ്കര ക്രൂരമായിട്ടാണ് എല്ലാ സ്റ്റുഡൻസിന്റെ അടുത്തും പെരുമാറുന്നത്. അവൻ പറഞ്ഞ അവസാനമായിട്ട് എന്റെ മരണത്തിലെങ്കിലും ടീച്ചർ ഇന്ന് ഒഴിവായി പോവല്ലോ പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങള് തമാശ രീതിയിലാണ് എടുത്തില്ല. അത് അവൻ നിങ്ങൾ പറയുന്ന പ്രതീക്ഷിച്ചില്ല. കാര്യമായിട്ട് ഞങ്ങൾ എടുത്തില്ല. എന്താണ് നുണ പറയണ, ഇങ്ങനെ ചുമ്മാ പറയണ വിചാരിച്ച് ചിരിച്ച മുഖത്തോടെയാണ് അവൻ ഇങ്ങനെ ആശ ടീച്ചർ കാരണം ഞാനിത് ആയത് പറഞ്ഞപ്പോ എന്നെ ലാസ്റ്റ് പോകുമ്പോ എന്നെ കെട്ടിപ്പിടിച്ചിട്ടാ പോയത്. ഇത് ലാസ്റ്റ് ആണ് പറഞ്ഞു. അത് അവൻ പറഞ്ഞിട്ടാണ് പോയത്. അവൻ അവിടെ ചെന്ന് നോക്കുമ്പോ യൂണിഫോം അടക്കം മാറ്റിയിട്ടില്ല. അവൻ യൂണിഫോമില് മറ്റേ പോക്കറ്റ് പേനയുണ്ട്, അതടക്കം ഊരി വെച്ചിട്ടില്ല. കെവിൻ പറഞ്ഞിട്ട് ക്ലാസ്സിൽ പഠിക്കുന്നതാണോ അർജുന്റെ? ഈ ടീച്ചർ നിരന്തരം ഇങ്ങനെയാണോ? നിങ്ങൾ എല്ലാ വിദ്യാർത്ഥികളോടും ഇങ്ങനെയാണ്? ഇവന്റെ മരണത്തിൽ ടീച്ചറിനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം അവന്റെ പാരന്റ്സും ഇതിന്റെ കൂട്ടി നിന്നുണ്ട്. പിന്നെ എന്തിനാ ഇവര് ടീച്ചറിനെ മാത്രം? ഇതിലെ പകുതി 3/4 പേരും ടീച്ചറിനെ ഇവിടുന്ന് പുറത്താക്കണം ഒരൊറ്റ ലക്ഷ്യത്തോട് മാത്രം വന്ന് നിൽക്കണവരാണ്. അല്ലാതെ ഒന്നുമല്ല. ടീച്ചറെ സപ്പോർട്ട് ചെയ്യണമില്ല. പക്ഷെ ടീച്ചറിനെ തെറ്റുണ്ടെങ്കിൽ ടീച്ചറെ മാത്രം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെ നിൽക്കുന്ന ആർക്കും ഒരു കാര്യമില്ല. ക്ലാസ്സിലെ കുട്ടികളായ ഞങ്ങൾക്ക് മാത്രം ഇതിന്റെ ഇതെന്താണെന്ന് അറിയുള്ളൂ. അന്ന് ക്ലാസ്സിൽ എന്താ ഉണ്ടായത്? ടീച്ചർക്കെതിരെയും പാരന്റ്സിനെതിരെയൊക്കെ ഗുരുതര ആരോപണം. അതായത് ഇത് കേവലം ഇപ്പൊ ഒരു ടീച്ചർമാരെ സത്യാവസ്ഥ അറിയാൻ ഞങ്ങൾ ആരും കൂടെ കിടന്ന് ബഹളം വെക്കുകയല്ല. ഇവിടെ ടീച്ചർ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ഞങ്ങളുടെ സർവ്വസ്വം കൂടി ഉണ്ട്. ഈ വിദ്യാർത്ഥികൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ മാനേജ്മെന്റ് തീരുമാനം അനുസരിച്ചുണ്ടാവും ഞങ്ങൾ അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇത് ആരും ഇവിടെ സത്യാവസ്ഥ അറിയാണ്ട് കിടന്ന് ബഹളം വെക്കുകയല്ല. ഈ കുട്ടിക്ക് എന്താ സംഭവിച്ചുള്ള വ്യക്തമായ അന്വേഷണം വേണം. ആ അന്വേഷണം ശക്തമാക്കാൻ ആൺകുട്ടികൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ടീച്ചറിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയുന്നു, പെൺകുട്ടികൾ പറയുന്നു തെറ്റില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇത് നോർമലില്ല. ചില സ്കൂളിലൊക്കെ നമ്മൾ പ്രിൻസിപ്പൽ റൂമിൽ വിളിച്ചിട്ടൊക്കെ എന്നെ സ്ഥിരം വിളിക്കാറുള്ള ഒരു ഇതാണ്. സ്ഥിരം എന്ന് പറഞ്ഞാൽ ആ സ്കൂളിൽ ഒരു വർഷത്തിലൊരു 200 ദിവസം ക്ലാസ് ഉണ്ടെങ്കിലും ഒരു 150 ദിവസമെങ്കിലും ഞാൻ കയറും. പിന്നെ ബാക്കി 50 ദിവസം ഈ പറയുന്ന കൊണ്ട് പോകാത്ത ദിവസങ്ങളിൽ മാത്രമാണ്. അപ്പോൾ അവിടെ എല്ലാം സംസാരിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ പിന്നെ ക്ലാസ്സിൽ വരുമ്പോഴും പിള്ളേരുമായിട്ട് ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. പിള്ളേരുടെ മുമ്പ് വെച്ച് നിർത്തി ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ സംസാരിക്കുക. അത് പണ്ട് മുട്ടേ ഉള്ള ഒരു ഇതാണ്. അങ്ങ് ഒരു സംഭവം ക്ലാസ്സിൽ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഈ ചെക്കനെ കൗൺസിലിങ്ങിന് അവനെ അവൻ്റെ അമ്മയെ ഇങ്ങനെ കൗൺസിലിങ്ങിന് ഇങ്ങനെ ഡേറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ സമയത്താണ് ഈ ഒരു സംഭവം നടക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ പെൺകുട്ടികൾ പറയുന്നതിലാന്ന് തോന്നുന്നു കൂടുതലും കാര്യം. ഇവിടെ ടീച്ചേഴ്സിനെ കുറ്റം പറയണ്ട. പിന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ അറിയാം, ന്യൂജൻ പിള്ളേരുടെ കാര്യങ്ങളും രീതികളാണെങ്കിലും പോലും. പിന്നെ ഇവിടെ പെൺകുട്ടികൾ വരെ സ്കൂളിലെ പ്രിൻസിപ്പളിനും അവർക്കൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിലെന്തൊക്കെയോ ന്യായം ഈ സ്കൂളുകാരുടെ ഭാഗത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ പല ആൾക്കാർക്കും വന്ന് കമൻറ്റ് കൊടുക്കുന്നുണ്ട്, മേഡം ഞങ്ങൾക്ക് സത്യം അറിയാം, അതുകൊണ്ട് നിങ്ങളാരും പേടിക്കണ്ട, ധൈര്യമായിട്ട് നിൽക്കുക എന്നുള്ള രീതിയിലാണ് കൂടുതലും കമൻസും വരുന്നത്. ഓക്കെ, സാധാരണ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ സ്കൂളുകാർക്ക് മോശമായിട്ടുള്ള രീതി വരുന്നത്. എന്നാലും അവർ ആ 2 വ്യക്തികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു ന്യൂസ് ഒന്ന് കേൾക്കാം. ബന്ധുക്കൾ വരികയാണ്. നമ്മുടെ ഫ്രണ്ട്സിൽ നമ്മൾ മെസ്സേജ് അയച്ചിട്ടായിരുന്നു. അത് അവൻ്റെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഒരു അമ്മയാണ് മെസ്സേജ് കണ്ടിട്ട് അവർക്ക് വിഷമമായിട്ട് ഇവനെല്ലാം മെസ്സേജ് അയച്ചിട്ടായിരുന്നു. വേറെ കുട്ടികൾ ഇവനെ ഫ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഇവർക്ക് മെസ്സേജ് അയച്ചിട്ടായിരുന്നു. അപ്പോൾ അവർ ഫ്രാങ്ക് ആവുന്ന സമയത്ത് ജസ്റ്റ് ബാഡ് വേർഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അന്നെ ആ കുട്ടിയുടെ അമ്മ എന്നെ വിളിച്ച് പെങ്ങളെ വിളിച്ച് സംസാരിക്കും, ഞാനും വിളിച്ച് സംസാരിച്ചാൽ കുഴപ്പമില്ല, ഇത് വിഷയമാക്കേണ്ട, കുട്ടികൾ തമ്മിൽ പ്രശ്നങ്ങൾ നമ്മൾ വലിയൊരു ഇടപെട്ടിട്ട് വലിയതാണ്, നമ്മൾ ഈ പ്രായം കഴിഞ്ഞു വന്നല്ലോ, നമ്മൾ നാളെ സ്കൂളിൽ പോയി സംസാരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നു. ക്ലാസ് ടീച്ചർമാർ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്ഥിതിക്ക് ആ ടീച്ചർമാർ ക്ലാസ് ടീച്ചറെ വിളിച്ച് മെസ്സേജ് സംസാരിച്ചിരുന്നു. ടീച്ചറെ ഞങ്ങൾ ഇവിടെ കുട്ടിയുടെ പാരൻറ്റുകൾ വന്നിട്ടുണ്ട്, ടീച്ചർ ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ സംസാരിച്ചോട്ടെ, ഇപ്പോൾ ശരി കുഴപ്പമില്ല നിങ്ങൾ അറ്റൻഡ് ചെയ്തോളൂ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 കുട്ടികളെ വിളിച്ച് സംസാരിച്ച് അന്ന് എൻ്റെ മകനും ഉണ്ടായിരുന്നു, മരുമകനും ഉണ്ടായിരുന്നു. സംസാരിച്ച് എല്ലാ ചെറിയ ചെറിയ കുട്ടികളായിരുന്നു വന്നിരുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഇത് വിഷയമാക്കണ്ട. പിറ്റേ ദിവസം തന്നെ അവൻ്റെ ക്ലാസ് ടീച്ചർ വന്നിട്ട് അവന് ഭയങ്കരമായിട്ട് എല്ലാവരുടെ മുമ്പിലും അവൻ്റെ ക്ലാസ് പഠിക്കും കുട്ടി എല്ലാവരുടെ മുമ്പിലും വിളിച്ച് സംസാരിച്ചിട്ട് നിനക്കെതിരെ സൈബർ ചെവിയിലൊക്കെ പിടിച്ച് തല്ലിയൊക്കെ ചെയ്തു. 4 പേരും കൂടിയിട്ട് മെസ്സേജ് അങ്ങോട്ട് കൂടെ അയച്ചിരിക്കുന്നത്. അപ്പോൾ അവർ അതേമാതിരി തല്ലിയിട്ടുണ്ട്. ഈ കുട്ടിനെയൊക്കെയാണ് ചെവി പിടിച്ചിട്ട് തല്ലിയിട്ട് സൈബർ സെല്ലിൽ പഠിപ്പിക്കും. സൈബർ സെല്ലിൽ കേസ് കൊടുക്കും, 1.5 വർഷം ജയിലിൽ കിടക്കണം, അല്ലെങ്കിൽ 25,000 രൂപ അടയ്ക്കണം പറഞ്ഞു. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സംഭവം നടന്നെന്ന് ആ കൊച്ചും പറയുന്നുണ്ട്. അത് സത്യമാണോ ഇല്ലെന്ന് അറിയത്തില്ല, പക്ഷേ പ്രിൻസിപ്പൾ പറയുന്ന വേറെ കഥയാണ്. ഇത് തന്നെ വേറെ രീതിയിലാണ് പറയുന്നത്. ഒരു ടീച്ചർ ഉപദേശിക്കുന്ന പോലെ ഇപ്പോൾ ഓഫീസിൽ തീർത്ത പ്രശ്നം അത് ക്ലാസ്സിൽ വിളിച്ചിരുത്തി ഇന്ന പോലെ 1.5 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കണം, അല്ലെങ്കിൽ അത് ചെയ്യണം, മറ്റേ ഓക്കെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഓക്കെ പറഞ്ഞെന്നിരിക്കട്ടെ. ചില പിള്ളേർ ആ ഒരു സെൻസിൽ എടുക്കത്തില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ടീച്ചേഴ്സിൻ്റെ ഇതുപോലെയുള്ള മോശം അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ചില കുട്ടികൾക്ക് അത് മനസ്സിൽ പതിയും, ചില കുട്ടികൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ നമ്മുടെ കുടുംബത്തിലും ഒക്കെ അങ്ങനെ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ ചെയ്യപ്പെടുത്ത പിള്ളേരൊക്കെ ഉണ്ട്. ഞാൻ സീരിയസ്ലി പറയുകയാണെന്ന് വെച്ചാൽ, കാരണം അവന്മാരൊക്കെ ലോല ഹൃദയന്മാരാ, വെറും ലോലന്മാരാ. അങ്ങനെയുള്ള പേടിയാണ്. കാരണം ഒരു പാവപ്പെട്ട വീട്ടിലൊരു പയ്യനാണെങ്കിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അയ്യോ ഇത്ര രൂപ അടയ്ക്കണം, അയ്യോ ഇത് ചെയ്യണം, അച്ഛനെന്നെ അടിക്കും, അമ്മേനെ അടിക്കും, എനിക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ആ ഒരു ചിന്ത ഉണ്ടാവും. ആ ഒരു ചിന്തയിലായിരിക്കും ചിലപ്പോൾ ചെയ്ത് കൂട്ടുന്നത്. നാണക്കേടും അതും ഇതൊക്കെ കൊണ്ടായിരിക്കാം. ഇവിടെ ആ ക്ലാസ്സിലെ കുട്ടികളെല്ലാം പെൺകുട്ടികളെല്ലാം ടീച്ചേഴ്സിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടെ ജസ്റ്റ് ഒന്ന് കേൾക്കാം. എൻ്റെ അറിവിൽ ആ കുട്ടി മരിക്കാൻ മാത്രമുള്ള ഒരു കാര്യങ്ങളും സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അതായത് ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീട്ടുകാർ തന്നെയാണ് അത് സ്വയം കണ്ടെത്തിയിട്ട് ഇങ്ങോട്ട് വന്നത്. അതേപോലെ വീട്ടുകാർ ഈ സ്കൂളിൽ നിന്ന് TC വാങ്ങിയിട്ട് കുട്ടിയെ കൊണ്ടുപോകണു എന്ന് പറയുന്നതിൻ്റെ ഒരു സങ്കടം ആ കുട്ടിക്കുണ്ട്. അതേപോലെ തന്നെ ആ കുട്ടി ഞങ്ങൾ ആ വീട്ടിൽ അന്ന് ചൊവ്വാഴ്ച ക്ലാസ് ടീച്ചർ എന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഇങ്ങനെ കളിച്ചത്, അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്, കാരണം നമ്മുടെ സൈബർ വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലൂടെ IPയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡഡ് ആണ്, നിങ്ങൾ അങ്ങനെ കളിക്കാൻ പാടില്ല, അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫൈന് കാര്യങ്ങളൊക്കെ വരും, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ നമ്മുടെ കുട്ടികൾ കടന്നു പോകരുത് എന്ന് ഗ്രൂപ്പായിട്ടാണ് ആ കുട്ടികൾ തെറ്റ് ചെയ്തത്. അപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ ആസ് യൂഷ്വൽ ഒരു അധ്യാപിക പറയേണ്ട ഒരു ധർമ്മമാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ചെയ്തു കഴിഞ്ഞ് നമ്മൾ കുട്ടികളെ തെറ്റുകൾ കാണിക്കുന്ന സമയത്ത് വാൺ ചെയ്യുന്നത് പോലെയുള്ള ഒരു പ്രവർത്തനമേ നടന്നിട്ടുള്ളൂ. പിന്നീട് ആ കുട്ടി വൈകുന്നേരം മരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത് ആ അധ്യാപിക മാനസികമായി പീഡിപ്പിച്ചു, അത് ചില വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് എത്തി അറിയിച്ചു എന്ന്. അതായത് അധ്യാപിക മാനസികമായി പീഡിപ്പിച്ചില്ല, അതിനു മുൻപ് ഞങ്ങൾ മരിച്ച ദിവസം ആ കുട്ടിയുടെ വീട്ടിലേക്ക് പോയിരുന്നു. അപ്പൊ ആ അമ്മ കുറെ കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഈ കുട്ടിക്ക് കൗൺസിലിങ്, അമ്മയ്ക്കും കുട്ടിക്കും കൗൺസിലിങ്ങിനായിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ് ടീച്ചറെ. പാരന്റിങ്ങില് എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് തിരിച്ചറിയണം. അപ്പൊ ആ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ കൗൺസിലിങ്ങിന് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് വാതിലടച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്താറുണ്ട്. അർജുൻ വീട്ടുകാർ അർജുൻ്റെ കാര്യം ഈ പറയുന്നത്, അവൻ ഇടയ്ക്കിടയ്ക്ക് വാതിലടച്ചിങ്ങനെ ഭീഷണിപ്പെടുത്താറുണ്ട് എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പം ഈ പറയുന്ന കൗൺസിലിങ്ങിൻ്റെ ഡേറ്റ് എടുത്ത കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കണം, അങ്ങനെ പല കാര്യങ്ങൾ കിടപ്പുണ്ട്. സ്കൂളിൻ്റെ ഭാഗത്ത് തെറ്റില്ല, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇവരുടെ സംസാരമാണെങ്കിൽ പോലും എനിക്ക് ജെനുവനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ടീച്ചർ എങ്ങനെ ഒരു കുട്ടിയോട് ഇത് ചെയ്യുന്ന പോലെ തന്നെ പിന്നെ പേടിപ്പിച്ച് കാണുമായിരിക്കും.
പേടിച്ച് കാണുമായിരിക്കും. പേടിപ്പിച്ചെന്നല്ല, പേടിച്ച് കാണുമായിരിക്കും. പിന്നെ എപ്പോഴും ഇങ്ങനെ വാതിലടച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും അത് ചെയ്യും എന്ന് പറയുന്ന ഒരു പയ്യൻ ഇത് ഏത് രീതിയിലെടുക്കും? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ടീച്ചർ പറയുന്ന ബാക്കി കൂടെ കേൾക്കാം. പറഞ്ഞാണ്, ഞാൻ പറഞ്ഞ കാര്യമല്ല. അന്ന് മരിച്ചു കിടക്കുന്ന സമയത്ത് ആ സ്ത്രീ പറഞ്ഞു കരയുന്ന കാര്യങ്ങളാണ്. വാതിലടച്ച് ഭീഷണിപ്പെടുത്താറുണ്ട്, ഞാൻ അതുപോലെയാണെന്നാ വിചാരിച്ചത്. പക്ഷെ വാതിൽ തുറന്ന് നോക്കുമ്പോഴേക്കും അവൻ സൂയിസൈഡ് ചെയ്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. കൗൺസിലിംഗ് ആ കുട്ടിയുടെ സ്വഭാവം അവൻ എപ്പോഴും ഗ്ലൂമി ആയിട്ടാണ് കാണുന്നത്. ഒരു ചെറിയ കുട്ടിയുണ്ട്, ഇവൻ 10 വയസ്സ് ഡിഫറൻസ് ആണ്. ആ 10 വയസ്സ് ഡിഫറൻസിൽ അമ്മയ്ക്ക് സ്നേഹമില്ല എന്നൊക്കെയുള്ള ഒരു കംപ്ലൈന്റ് അവന്റെ ഭാഗത്തുനിന്നുണ്ട്. അധ്യാപിക ഈ കുട്ടിക്ക് സൈബർ കുറ്റപ്രകാരം സാധാരണ രീതിയിൽ നമ്മളിപ്പോ കുട്ടികൾ ഫോണിൽ കളിക്കുമ്പോൾ പറയുന്ന കാര്യം മാത്രമാണ് അധ്യാപിക അവിടെ ചെയ്തിരിക്കുന്നത്. അതിനെ വളച്ചൊടിച്ച് ഈ രീതിയിലേക്ക് ആക്കുകയാണെങ്കിൽ അത് തിങ്കളാഴ്ച രക്ഷിതാക്കൾ വന്ന് കാര്യങ്ങൾ സംസാരിച്ച് പരിഹരിച്ചൊരു പ്രശ്നം ചൊവ്വാഴ്ച വീണ്ടും ക്ലാസ് ടീച്ചർ എത്തി അത് വളരെ ഗൗരവത്തോടെ കണ്ട് പിന്നീട് ഈ കുട്ടികളെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ മാനസികമായി വാക്കുകൾ പറഞ്ഞു എന്നുള്ളതാണ്. അതെന്താന്ന് വെച്ചാൽ ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പ് കുട്ടികളാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാ കുട്ടികൾക്കും അതിനെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലാസ് ടീച്ചർ ഗ്രൂപ്പായിട്ട് അങ്ങനെ പറഞ്ഞത് ക്ലാസ്സിൽ. അല്ല, സൈബർ സെല്ലിൽ പരാതി കൊടുക്കുമെന്നല്ല പറയുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സൈബർ വേൾഡ് അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അയ്യോ ഇല്ലില്ല, അങ്ങനെ അല്ല, അങ്ങനെ 1.5 വർഷം നിങ്ങൾക്ക് ജയിലിലൊക്കെ കിടക്കേണ്ടി വരും എന്നാണ് അത് മൊത്തം. ഓക്കെ ഇവിടെ ഒരു കുട്ടി പറഞ്ഞ ഞാൻ മുമ്പേ വെച്ചില്ലേ, ടീച്ചർ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ 1.5 ലക്ഷം രൂപ അടയ്ക്കേണ്ടി വരും, സൈബറിനെ കൊണ്ട് പിടിപ്പിക്കും, അങ്ങനെയുള്ള രീതിയിലാണ് പിള്ളേരും മീഡിയയിലും പറയുന്നത്. ഓക്കെ, ഇവിടെ എനിക്കിപ്പോഴും ഒരു വിശ്വാസം തോന്നുന്ന ഈ മേഡത്തിൻ്റെ കാര്യത്തിലാണ് കൂടുതലും വിശ്വാസവും കാര്യങ്ങളും തോന്നുകയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിലെ പെൺകുട്ടികൾ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ചെയ്ത തെറ്റിനെക്കുറിച്ച്. അവരവസാനം കുട്ടികൾ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടാക്കാൻ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നോക്കാം, നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കറക്റ്റ് വിവരങ്ങൾ നമുക്ക് ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ തരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ പറ്റുവാണെങ്കിൽ ഞാൻ ഈ ഒരു സംഭവത്തിനെ കുറിച്ച് അന്വേഷിക്കാം നല്ല രീതിയിലാണ്. ഇപ്പോൾ മീഡിയ വരുന്ന മാത്രമല്ലല്ലോ, നമുക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാം. എന്തായാലും ഓക്കെ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇനിയും ഞാൻ വീഡിയോ ചെയ്യാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു.